KSRTC ബസ്സിൽ സാധനങ്ങൾ കളഞ്ഞു പോയാൽ പണം ഈടാക്കുന്ന നിയമത്തിൽ ഭേദഗതി വരുത്തും. ബസ്സിൽ വെച്ച് മറന്ന മാല തിരികെ നൽകാൻ വീട്ടമ്മയോട് 10,000 രൂപ KSRTC ആവശ്യപ്പെട്ട് 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. തീരുമാനം തിരുത്താൻ KSRTC CMDക്ക് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി. ഇല്ല, അത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം നഷ്ടപ്പെട്ട സാധനത്തിൻ്റെ വാല്യൂവിൻ്റെ ഇത്ര പെർസെൻറ്റേജ് സൂക്ഷിപ്പ് കൂലിയായിട്ട് വാങ്ങണം എന്ന് KSRTC നേരത്തെ ഒരു തീരുമാനം എടുത്തിരുന്നു. പക്ഷേ അത് മാറ്റാനായിട്ട് ഞാൻ KSRTC MDക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഫീസ്, കാരണം പലപ്പോഴും മൊബൈൽ ഫോണൊക്കെ ആളുകൾക്ക് അന്ന് ഇതുപോലെയല്ല, മൊബൈൽ ഫോണൊക്കെ എല്ലാവരും കയ്യിലുണ്ട്, പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ മൊബൈൽ ഫോണിൻ്റെയൊക്കെ വാല്യൂ നോക്കിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും വലിയ പൈസയാവും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധയിൽപ്പെടാതിരുന്ന കാര്യമാണ്. 24 ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അത് കുറയ്ക്കാനായിട്ട് KSRTC MDക്ക് ഇന്ന് രാവിലെ തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തുക, ഒരു ഫീസ് പോലെ എന്തെങ്കിലും ഒരു ഫീസ് വേണം, അല്ലെങ്കിൽ തന്നെ കാരണം കളഞ്ഞിട്ട് പോയാൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ അത് ഒരു ചെറിയ ഫീസ് ഏർപ്പെടുത്തും. ഈ 10,000 രൂപ വാങ്ങിച്ച നടപടി തിരുത്താൻ പറഞ്ഞിട്ടുണ്ട്. പിഴ ലഭിച്ച കുറ്റിവട്ടം സ്വദേശി ശോഭയെ വിളിച്ച് തീരുമാനം പിൻവലിച്ചതായി മന്ത്രി നേരിട്ട് അറിയിച്ചു. ഹലോ, ഞാനിങ്ങനെ അണ്ണന് പോയി കരുനാപ്പള്ളി അണ്ണനെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ കരുനാപ്പള്ളി ആശുപത്രി കൊണ്ട് ആശുപത്രിയുടെ കെട്ടിടത്തിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ പോയതാ. അന്നേരം ഞാൻ ഇങ്ങനെ പൈസയുടെ ആവശ്യം കൂടെ വേണമായിരുന്നു. അങ്ങനെ എനിക്ക് മാല എടുത്ത് മാല തന്ന കണ്ടക്ടർക്ക് അഭിനന്ദനങ്ങൾ. അതുപോലെ നിങ്ങൾ പൈസ തിരിച്ചു തരും കേട്ടോ. ഞാൻ KSRTCയുടെ CMDക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വാങ്ങിച്ചു, അത് തിരുത്താനും പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു ചെറിയ ഫീസ് ഏർപ്പെടുത്തിക്കൊണ്ട് കൊടുക്കാനായിട്ട് MDയോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം അത് ചെയ്തു തരും. ഓക്കെ, നിങ്ങളുടെ പൈസ തിരിച്ചു തരും. ഓക്കെ, ശരി 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 ശരി. 24ന്റെ ഇമ്പാക്റ്റ് ആണ് ഈ വാർത്ത. ഇനി മുതൽ KSRTCയിൽ സാധനങ്ങൾ നഷ്ടമായാൽ ഒരു ചെറിയ ഫീസ് ഈടാക്കും. ഇതുവരെ ഉണ്ടായിരുന്ന നിയമത്തിൽ അത്തരത്തിലേക്ക് ഒരു ഭേദഗതി വരുത്തുമെന്നതാണ് ഗതാഗത മന്ത്രി പറഞ്ഞത്. ഒപ്പം തന്നെ ശോഭയെ സംബന്ധിച്ച ആശ്വാസകരം 10,000 രൂപ എന്നുള്ളത് അവർക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.